അധ്വാനിച്ച് കഷ്ടപ്പെട്ടു. ഞാൻ നേരത്തെ കഞ്ഞി കുടിക്കുന്നത് എങ്ങനെ അറിയുന്നത്? സ്കൂളിൽ പോയിട്ട് അമ്മേന്റെ വീട്ടിൽ പോയി പാടത്തേക്ക് അവിടെ പോയി കഴിക്കുക, ചോറില്ല, കഷ്ടപ്പെട്ടു. പക്ഷേ ഒരു കല്യാണം കൊണ്ടായാലും പണിക്ക് പോയാൽ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ആളുകള് ഒരു നേരത്തെ കഞ്ഞി കുടിക്കുന്നത് ഈ സമുദായത്തിന്റെ കൂട്ടുന്ന കോറോത്തിന്റെ ഭാര്യ, എസ്റ്റേറ്റ് മുക്കിന്റെ ഭാര്യ, ഇദ്ദേഹത്തിന്റെ ഭാര്യ, നിങ്ങളൊക്കെ ഭാര്യമാർ, ഞങ്ങളെ പെണ്ണുങ്ങളകത്ത് നിങ്ങളെ കൂടെ കൊണ്ടിരുത്തും. നല്ല കുടിച്ച കല്യാണി വിളമ്പി കൊടുക്കും, പാത്രം കൈ കൊടുക്കണ്ട, മുപ്പത്തി നീച്ചോട്ട് പോവുക. അപ്പുറത്തോ സ്വന്തം വീട്ടിലെ വളർത്തി പട്ടിക്ക് ചോറ് കൊടുത്ത് ഇല കുത്തിയിട്ട് അതിന്റെ കഞ്ഞി തരിക. അത്ര നിഷിദ്ധമാണ് ഞങ്ങള്. പക്ഷെ എനിക്കൊരു ചരിത്രമുണ്ടായി. 1997 മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ സമ്മേളനം, ഗ്രീൻ കാർഡ് പരേഡ്. ഞാൻ പാണക്കാട്ട് പോയി. ചൊവ്വാഴ്ച പാണക്കാട്ട് പോയിരുന്നപ്പോ തങ്ങൾ പറഞ്ഞു ഒന്ന് കിട്ടണം, അവിടെ നിൽക്കിട്ടോ വലിയ ഞങ്ങള്. ഞാൻ അവിടെ 4 മണിക്കൂർ ഇരുന്നപ്പോ ഞാൻ മറന്നോ വിചാരിച്ചു. ഞാൻ നേരെ മലപ്പുറത്തേക്ക് പോയി ലീഗ് ഓഫീസിൽ. ഞാൻ ലീഗ് ഓഫീസിൽ പാണക്കാട് ഒരു ഫോണും തങ്ങളുടെ ഡ്രൈവർ ഉണ്ണികൃഷ്ണൻ റോഡ് ഞാൻ ഉണ്ട് കൊടുക്കാറുണ്ട്. ഉണ്ണികൃഷ്ണൻ തങ്ങളെ കിട്ടി വരാന്ന് പറഞ്ഞു പാണക്കാട്ടിൽ. ഞാൻ ആകണ്ട് കുറച്ച് പച്ചത്തമ്മ ഞാൻ എന്നെ വിളിക്കൂടെ അങ്ങോട്ട് ചെല്ലാൻ. ഞാൻ അങ്ങോട്ട് പാണക്കാട്ടിൽ ചെന്ന് വണ്ടിയിൽ ചെന്നപ്പോ പാണക്കാട് തങ്ങളുടെ ഡൈനിങ് ഹാളിൽ ചെയ്യാവുന്നതങ്ങളെ ഡൈനിങ് ഹാളിൽ ഇരിക്കുക. 2 പ്ലേറ്റ് ചോറ്, കറി, പഴം, എല്ലാ സാധനവും ഒരുക്കിയിട്ട് മൂപ്പര് കഴിക്കല്ല, എന്റെ കാത്തിക്ക. എവിടെയും കിട്ടുമോ? AP ഉണ്ണിക്കട്ട ശിഹാബ് തങ്ങൾ കാത്തിരിക്കുക ചോറ് കഴിക്കാൻ. ഒരു കോരി ചോറ് എങ്ങോട്ടെ പോയി, ഞാൻ പരിപാടിക്ക് പോകാൻ കഴിക്കാൻ. ഒരു കോരി ചോറ്, കുറച്ച് കറി, ഒരു പഴം, കുറച്ച് ഉപ്പേരി മുളക് എനിക്ക് വേണ്ടത് കഴിച്ചോ? ഞാൻ ചോദിക്കട്ടെ, എന്റെ ചരിത്രത്തില് ജീവിതത്തില് ഏറ്റവും വലിയ ചോറായിരുന്നു ആ ചോറ്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. തങ്ങൾ ഉണ്ണികൃഷ്ണനെ കാത്തിരിക്കുക ചോറ് കഴിക്കാൻ. വേറെ ആരും ചോറ് കഴിക്കാൻ ഓമാണി തിന്നോട്ടെ, ഞാൻ കഴിക്കേണ്ടത് തിന്നൂലേ? അതാണ് മനുഷ്യ സ്നേഹം. അതാണ് പാണക്കാട്ടെ കുടുംബത്തിന്റെ സ്നേഹം. അവിടെ ജാതിയോ മതമോ സമുദായമോ ഇല്ല. ആരെയും ആദരിക്കാൻ, ബഹുമാനിക്കാൻ പാണക്കാട്ടെ കുടുംബം സന്നദ്ധമാണ്.